ഞാൻ നിന്നെ കൈവിടുമോ? ഒരു നാളും മറക്കുമോ? ഞാൻ നിന്നെ കൈവിടുമോ? ഒരു നാളും മറക്കുമോ? അമ്മ മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളം കൂടെയുള്ളവൻ. സുഭാഷിതം യെശയ്യാപ്രവചനം 14-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. യഹോവ യാക്കോബിനോട് മനസ്സലിഞ്ഞ് ഇസ്രായേലിനെ വീണ്ടും തെരഞ്ഞെടുത്ത് സ്വദേശത്ത് അവരെ പാർപ്പിക്കും. അന്യജാതിക്കാരും അവരോട് യോജിച്ച് യാക്കോബ് ഗ്രഹത്തോട് ചേർന്നുകൊള്ളും. For the Lord will have mercy on Jacob and will still choose Israel and settle them in their own land. The strangers will be joined with them and they will cling to the house of Jacob. യാക്കോബിന്റെ സന്തതി പരമ്പരകളാണല്ലോ ഇസ്രായേൽ ജനം എന്ന് നാം അറിയപ്പെടുന്നത്. ഈ ഇസ്രായേൽ ജനം വീണ്ടെടുത്ത ദൈവത്തെ മറന്ന് അന്യദൈവങ്ങളെ സേവിച്ച് വിഗ്രഹാരാധനയിലും അശുദ്ധിയിലും ജീവിച്ചതുകൊണ്ടാണ് അവർ അടിമത്തത്തിലേക്ക് അകപ്പെട്ടു പോയത്. കരുണാസമ്പന്നനായ ദൈവം അവരുടെ പാപത്തിൽ നിന്ന് അവരെ മോചിപ്പിച്ച് മനം തിരിയുന്നവർക്ക് വേണ്ടി രക്ഷയും വീണ്ടെടുപ്പും മശിഹായിൽ കൂടി വിളംബരം ചെയ്യുന്നതാണ് പ്രവാചകന്മാർ തങ്ങളുടെ ശുശ്രൂഷയിലൂടെ സാധ്യമാക്കിയത്. അനുസരിക്കാത്തവർക്ക് ശിക്ഷയും ന്യായവിധിയും ഉണ്ടെന്നും അവർ വെളിപ്പെടുത്തിയിരിക്കുന്നു. യെശയ്യാപ്രവചനം 1 മുതൽ 12 വരെയുള്ള അധ്യായങ്ങളിൽ യഹൂദയ്ക്കുള്ള ന്യായവിധിയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. യഹൂദയെ കീഴടക്കിയ അസീറിയ അല്ലെങ്കിൽ അശൂരിനെ കുറിച്ചുള്ള പ്രവചനമായിരുന്നു 10-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയത്. തുടർന്ന് ചുറ്റുമുള്ള ശത്രു രാജ്യങ്ങൾ യഹൂദയെ കീഴ്പ്പെടുത്തിയിരുന്നു. 13-14 അധ്യായങ്ങളിൽ യഹൂദയെ അടിമത്തത്തിലാക്കിയ ബാബിലോണിയരെ കുറിച്ചുള്ള ന്യായവിധിയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നാം വായിച്ച 1-ാം വാക്യത്തിൽ കാണുന്നത് യഹോവയ്ക്ക് യാക്കോബിനോട് മനസ്സലിവുണ്ടായി അവരെ വീണ്ടും തെരഞ്ഞെടുത്ത് സ്വദേശത്ത് പാർപ്പിക്കും എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തിന്റെ മക്കളോടുള്ള സ്നേഹവായ്പാണ് ഈ വാക്കുകളിൽ കൂടെ നമുക്ക് ദർശിക്കുവാൻ കഴിയുന്നത്. ഒരു കാലത്ത് യേശുവിൽ വിശ്വസിച്ച് പാപക്ഷമ പ്രാപിച്ചതിനു ശേഷം വീണ്ടും പിന്തിരിഞ്ഞ് സ്വന്തം ഇഷ്ടത്തിന് ജീവിക്കുന്നവരോട് മനസ്സലിവ് കാണിക്കുന്നവനാണ് നമ്മുടെ ദൈവം. മനം തിരിഞ്ഞു മടങ്ങി വന്നാൽ അവരോട് കരുണ കാണിക്കുവാൻ ദൈവം സന്നദ്ധനായിരിക്കുന്നു. യാക്കോബിനെ തന്നെയാണ് ഇസ്രായേൽ എന്ന് വിളിച്ചിരിക്കുന്നതെന്ന് നമുക്കറിയാം. യേശുവിൽ വിശ്വസിച്ചപ്പോൾ പേര് മാറിയതാണ് ദൈവമക്കളെന്ന്. അവർ വീണ്ടും പാപത്തിൽ ജീവിക്കുവാൻ ദൈവവചനം അനുവദിക്കുന്നില്ല. പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഒരിക്കൽ തീരുമാനമെടുത്തിട്ട് സ്വന്തം ഇഷ്ടത്തിനും മനോവികാരവും അനുസരിച്ച് ലോകത്തിന്റെ പിന്നാലെ പോയിട്ട് പാപത്തിന്റെ വഴികളിലായിരിക്കുന്നുവെങ്കിൽ മനം തിരിഞ്ഞ് മടങ്ങി വരുവാനാണ് ഈ വാക്കുകൾ സംസാരിക്കുന്നത്. നഷ്ടപ്പെട്ടത് മടക്കി തരുവാൻ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ട് ജീവിക്കുന്നവർക്ക് എന്നേക്കുമായി നിത്യജീവൻ നഷ്ടപ്പെടും. നിത്യജീവനിലേക്ക് പ്രവേശിക്കുവാൻ കഴിയാത്തവർക്ക് ലഭിക്കുന്നത് പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിട്ടുള്ള നിത്യദണ്ഡനമാകുന്നു. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കയാൽ ഇവയിൽ നിന്ന് ഒഴിഞ്ഞു പോകുവാൻ മനുഷ്യന് കഴിയുകയില്ല. ആകയാൽ പ്രിയമുള്ളവരെ, നമുക്ക് യേശുവിലേക്ക് മടങ്ങി വരാം. നമ്മുടെ കുറവുകളെ ഏറ്റുപറയാം. യേശുവിന്റെ രക്തത്താൽ കഴുകി പാപശുദ്ധി വരുത്തുവാൻ കഴിയും. ദൈവത്തിന് നമ്മോട് മനസ്സലിവുണ്ട്. വിശ്വസിക്കാം, പ്രാർത്ഥിക്കാം. കരുണയുള്ള പിതാവേ, പലപ്പോഴും ഞങ്ങൾ അങ്ങയിൽ നിന്ന് അന്യപ്പെട്ട് പാപം ചെയ്ത് ജീവിക്കുന്ന അവസ്ഥകളുണ്ട്. ഞങ്ങളോട് ക്ഷമിക്കണമേ, കരുണ തോന്നണമേ. അവിടുത്തെ രക്തത്താൽ ഞങ്ങളെ കഴുകി ശുദ്ധീകരിക്കണമേ. അവിടുന്ന് ഞങ്ങളെ സ്വീകരിക്കുന്നതിനാൽ നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ അപേക്ഷകൾ കേൾക്കണമേ. ആമേൻ. മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളം കൂടെയുള്ളവൻ. അമ്മ മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളം കൂടെയുള്ളവൻ. ഞാൻ നിന്നെ കൈവിടും